ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാംകൃതി സമവാക്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് നമുക്ക് മനസ്സിലാക്കാം. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വേഷൻ അഥവാ സമവാക്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഈക്വൽ ടു സൈൻ ഉണ്ടായിരിക്കും. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ കണ്ടതായിരുന്നു എക്സ് ഈക്വൽ ടു 5. ഇപ്പം ഇതിനകത്ത് ഈക്വൽ ടു സൈൻ ഉണ്ട്, അതായത് എക്സിൻ്റെ വില 5 ആണ്. എവിടെ എക്സ് വന്നാലും അതിന് 5 ഇട്ട് കൊടുക്കുക എന്നാണ് അവിടെ അർത്ഥം. ഇനി വേറെ നമ്മൾ കണ്ടതാണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3. ഇവിടെ 2 വേരിയബിൾസ് ഉണ്ട്, എക്സും വൈയും ആണ് വേരിയബിൾസ്. അതിൻ്റെ തുക അഥവാ സം 3 ആണ്. ഇവിടെ നമുക്ക് വേണ്ടത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ മുകളിൽ ഒന്നും എഴുതിയിട്ടില്ല, അതായത് എക്സിൻ്റെ ഡിഗ്രി 1 ആണ്. അതിന് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയും. ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയും. ഇനി ഇവിടെ നോക്കിയാലും വേരിയബിൾസ് 2 ഉണ്ട്, അഥവാ ചരങ്ങൾ 2 ഉണ്ട്. 2ന്റെയും ഡിഗ്രി 1 തന്നെയാണ്. അപ്പൊ ഇതും ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഇനി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് ഒരു എക്സാമ്പിൾ പറയാം. എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 ഈക്വൽ ടു 0. ഇവിടെ ഈക്വൽ ടു സൈൻ ഉണ്ട്, അതുകൊണ്ട് അതൊരു ഇക്വേഷൻ ആണ്. ഇവിടെ എക്സിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന കൃതി അഥവാ ഡിഗ്രി 2 ആണ്. ഇവിടെ എക്സിന്റെ കൃതി 1 ആണ്. അപ്പോൾ ഇതൊരു ഇക്വേഷൻ ആണ്. ഒരു ഇക്വേഷന്റെ ഡിഗ്രി പറയുമ്പോൾ അതിന്റെ ഹയസ്റ്റ് ഡിഗ്രിയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 2 ആണ് ഇവിടെ ഡിഗ്രി. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഇനി ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ വഴി നമുക്കത് നോക്കാം. ഇവിടെ ഒരു സ്ക്വയർ ഞാൻ വരച്ചിട്ടുണ്ട്. ഈ സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് x സെന്റിമീറ്റർ ആണെന്ന് എടുക്കുക. ഇനി ഇത് സ്ക്വയർ ആയതുകൊണ്ട് എല്ലാ സൈഡും സെയിം ആണല്ലോ. അപ്പോൾ ഇനി ഈ സ്ക്വയറിന്റെ ഓരോ സൈഡും ഓരോ വശവും 1 സെന്റിമീറ്റർ കൂട്ടുകയാണെങ്കിൽ അപ്പോൾ ഇതിന്റെ സൈസ് വലുതാവുമല്ലോ. അപ്പോൾ നമുക്ക് പുതിയൊരു സ്ക്വയർ കിട്ടും അല്ലേ. ആദ്യത്തെ സ്ക്വയറിന്റെ ഓരോ സൈഡിന്റെ ലെങ്ത് 1 യൂണിറ്റ് കൂട്ടിയപ്പോൾ കിട്ടിയ സ്ക്വയർ ആണ് ഇതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിന്റെ സൈഡ് ലെങ്ത് x+1 യൂണിറ്റ് ആയല്ലോ. ഇനി ഇതൊരു സ്ക്വയർ ആയതുകൊണ്ട് ഇതിന്റെയും സൈഡുകളെല്ലാം തുല്യമാണ്. ഇതിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് പെരിമീറ്റർ തന്നിട്ടുണ്ട്. ഇതിന്റെ പെരിമീറ്റർ 36 മീറ്റർ ആണെങ്കിൽ ഈ ആദ്യത്തെ സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പെരിമീറ്റർ എങ്ങനെയാ കാണുന്നത്? സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ഏത് ഷേപ്പിന്റെ ആണെങ്കിലും പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവുകൾ കൂട്ടുക. ഇവിടെ സ്ക്വയർ ആണ്, ഓരോ സൈഡും സെയിം ആണ്, അത് 4ഉം കൂടെ കൂട്ടിയാൽ മതി അല്ലെ. അപ്പോൾ ഇതിന്റെ പെരിമീറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ x+1 ഇവിടെ x+1 ആണ്, ഇതും x+1 ആണ്, ഇതും x+1. 4 പ്രാവശ്യം x+1 കൂട്ടുമ്പോഴാണല്ലോ 36 മീറ്റർ കിട്ടുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4 × x+1 ഈക്വൽ ടു 36 മീറ്റർ എന്ന് എഴുതാവല്ലോ. അങ്ങനെയാണെങ്കിൽ x+1 എത്ര ആയിരിക്കും? x+1 ഈക്വൽ ടു 36/4 അല്ലേ. 36/4 എന്ന് പറഞ്ഞാൽ 9 മീറ്റർ അല്ലേ. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയായിരിക്കും? 9 - 1 ഈക്വൽ ടു 8 മീറ്റർ എന്ന് കിട്ടി. ഈ +1 അപ്പുറത്തേക്ക് പോയപ്പോൾ -1 ആയി. ഇനി ഇവിടെ പെരിമീറ്ററിന് പകരം ഏരിയ അഥവാ പരപ്പളവാണ് തന്നിരിക്കുന്നതെങ്കിലോ, ഏരിയ ഓർ പരപ്പളവാണ് 36 മീറ്റർ എന്ന് തന്നിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ സൈഡ് ലെങ്ത് കണ്ടുപിടിക്കാം? പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? അകത്ത് പരന്ന് കിടക്കുന്ന അളവ്. അപ്പോൾ ഇവിടെ ഈ പുതിയ സ്ക്വയറിന്റെ പരപ്പളവാണ്. എങ്ങനെയാണ് പരപ്പളവ് കാണുന്നത്? സൈഡ് ഇൻറ്റു സൈഡ്, സ്ക്വയർ ആയതുകൊണ്ട്. അപ്പം പരപ്പളവ് ഒരു സൈഡിന്റെ നീളം x+1 ആണ്. അപ്പൊ x+1 × x+1 ആണല്ലോ 36. 2 പ്രാവശ്യം ഒരേ സംഗതി വരുന്നതിനാണല്ലോ x+1 ഹോൾ സ്ക്വയർ എന്ന് എഴുതുന്നത്. ഈക്വൽ ടു 36. അതായത്
2 സ്ക്വയർ 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ അതിനെ 2 സ്ക്വയർ എന്ന് എഴുതാം. 5 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ ഒരേ സംഗതി റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആ നമ്പറിന് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു? 2 പ്രാവശ്യം. 5 സ്ക്വയർ എന്ന് എഴുതാം. 9 ഇൻറ്റു 9ന് 9 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ x+1 ഇൻറ്റു x+1 എന്ന് x+1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 36 എന്ന് എഴുതാം. ഇനി ഇതിന് x+1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 36നെ ഏതിൻ്റെ സ്ക്വയർ ആക്കി നമുക്ക് എഴുതാം? 6ന്റെ സ്ക്വയർ ആക്കി എഴുതാം. അതായത് x+1നെ 6 എന്ന് എടുക്കാവല്ലോ, രണ്ടിടത്തും സ്ക്വയർ ഉണ്ടല്ലോ. അപ്പോൾ x ഈക്വൽ ടു ഈ +1 അപ്പുറത്ത് പോകുമ്പോൾ -1 ആയി 6 - 1 ഈക്വൽ ടു 5 മീറ്റർ എന്ന് ആൻസർ കിട്ടി. അപ്പോൾ എക്സ് സൈഡ് ലെങ്ത് 5 മീറ്റർ എന്ന് കിട്ടി. അതായത് പെരിമീറ്റർ തന്നാലും ഏരിയ തന്നാലും നമുക്ക് ആദ്യത്തെ സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി ഇത് വെച്ചിട്ട് പേജ് നമ്പർ 85-ലെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് രണ്ടും നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: when each side of a square was reduced by 2 meters to make a smaller square, its area became 49 square meter. What was the length of a side of the original square? അതായത് ഒറിജിനൽ സ്ക്വയറിന്റെ സൈഡ് ലെങ്തിനെ നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. 1 മീറ്റർ റെഡ്യൂസ് ചെയ്യാൻ, 1 മീറ്റർ കുറയ്ക്കുകയാണ്. ഓരോ വശത്തിന്റെയും നീളം 1 മീറ്റർ കുറച്ചപ്പോൾ ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറയുന്നത് 49 സ്ക്വയർ മീറ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തേനേക്കാളും ഓരോ മീറ്റർ കുറയ്ക്കുമ്പോൾ നമുക്ക് ചെറിയ സമചതുരമല്ലേ കിട്ടുന്നത്. അപ്പൊ നമുക്ക് അതിനൊന്ന് വരയ്ക്കാം. ആദ്യത്തെ സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് 1 മീറ്റർ കുറവ് എന്ന് പറയുമ്പോൾ x-1 ആണ്. ഇനി ഇതിന്റെ ഏരിയ അഥവാ പരപ്പളവാണ് തന്നിരിക്കുന്നത്. ഈ പുതിയ സ്ക്വയറിന്റെ ഏരിയ അഥവാ പരപ്പളവാണ് 49 സ്ക്വയർ മീറ്റർ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സ്ക്വയറിന്റെ ഒറിജിനൽ സ്ക്വയറിന്റെ ഒരു വശത്തിന്റെ നീളമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇത് സ്ക്വയർ ആണ്, സമചതുരമാണ്. സമചതുരത്തിന്റെ പരപ്പളവ് അഥവാ ഏരിയ എന്ന് പറയുന്നത് വശം ഗുണം വശമാണ്. സൈഡ് ഇൻറ്റു സൈഡാണ് ഈ 49. 49നെ 7 ഇൻറ്റു 7 എന്ന് എഴുതാമല്ലോ. ഇനി ഒരു വശം എത്രയാണ്? x-1 ആണ്. x-1 ഇൻറ്റു x-1 ആണ് 7 ഇൻറ്റു 7. ഇപ്പൊ 2 പ്രാവശ്യം ഒരേ സംഗതി റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ അതിനെ സ്ക്വയർ ആയിട്ട് എഴുതാമല്ലോ. ഇവിടെയും 7 2 പ്രാവശ്യം വന്നുകൊണ്ട് 7 സ്ക്വയർ എന്ന് എഴുതാം. അല്ലെങ്കിൽ x-1 എത്ര കിട്ടി? 7 എന്ന് കിട്ടി. അല്ലെങ്കിൽ എക്സിന് എത്ര എന്ന് എഴുതാം? 7. ഈ -1 അപ്പുറത്ത് പോകുമ്പോൾ +1 ഈക്വൽ ടു 8 മീറ്റർ. അപ്പൊ ലാസ്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? ഏരിയ ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ ഈക്വൽ ടു 8 മീറ്റർ എന്ന് എഴുതാം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. ചോദ്യം ഇതാണ്: there is a 2 meter wide path around a square ground. The area of the ground and path together is 1225 square meters. What is the area of the ground alone? അപ്പോൾ ഇതാണ് പാത്ത്, ഇത് ഗ്രൗണ്ട്. ഈ പാത്തിന്റെ വിഡ്ത്താണ് 2 മീറ്റർ തന്നിരിക്കുന്നത്. ഈ മൈതാനവും ഈ വഴിയും കൂടെ ചേർന്നുള്ള പരപ്പളവാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഏരിയ അതൊരു സ്ക്വയർ ആണ്, സമചതുരമാണ്. പരപ്പളവ് എത്രയാണ് തന്നിരിക്കുന്നത്? 1225 ആണ് തന്നിരിക്കുന്നത്. രണ്ടും കൂടെ കൂട്ടി സ്ക്വയർ മീറ്റർ. അപ്പൊ നമുക്ക് ഈ ഗ്രൗണ്ടിന്റെ സൈഡ് ഒരു വശത്തിന്റെ നീളം x മീറ്റർ ആയിട്ട് എടുത്താൽ നമുക്ക് ഇത് രണ്ടും കൂടെ കൂട്ടി ഉള്ള പരപ്പളവല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ വലിയ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയായിരിക്കും? അതാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 മീറ്റർ വീതിക്കാണ് കൂടിയിട്ടുണ്ട്. ഇവിടെയും അതേപോലെ 2 മീറ്റർ കൂടിയിട്ടുണ്ടല്ലോ. അപ്പൊ 2 2 4 മീറ്റർ ഈ ചെറിയ സമചതുരത്തിനേക്കാളിലും കൂടിയിട്ടുണ്ട്. അപ്പോൾ വലിയ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എന്തെഴുതാം? x+4 എന്ന് എഴുതാം. മനസ്സിലായോ? ഒരു വശത്ത് 2 മീറ്റർ കൂടി വഴിയുടെ വീതി, ഇപ്പുറത്തെ വശത്തും അതേപോലെ വഴിയുണ്ട്, അതും 2 മീറ്റർ ആണ്. അപ്പൊ 2 2 4 മീറ്റർ കൂടുതലായി. അതാണ് x+4 വലിയ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം. ഇപ്പൊ വലുതിന്റെ പരപ്പളവാണല്ലോ ഈ 1225. അപ്പൊ വശം ഗുണം വശമാണ്, സൈഡ് ഇൻറ്റു സൈഡാണ്. നമുക്ക് ഏരിയ ഈക്വൽ ടു 1225. ഇപ്പൊ ഒരു വശം എന്തെന്ന് കിട്ടി? x+4 എന്ന് കിട്ടി. അപ്പൊ x+4 ഇൻറ്റു x+4 ഈക്വൽ ടു 1225നെ എന്തിന്റെ സ്ക്വയർ ആക്കി എഴുതാം?
ഇനി അത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അറിയത്തില്ല എങ്കിൽ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. അവസാനത്തെ അക്കം എന്താണ്? 5ആണ്. അപ്പോൾ അത് 5ന്റെ ടേബിളിലുള്ളത് കൊണ്ട് 5 കൊണ്ട് ഹരിക്കാം. 12-നകത്ത് 5 2 പ്രാവശ്യമുണ്ട്, 10 ശിഷ്ടം 2 ഉണ്ട്. ഇനി ആ പുതിയ നമ്പർ 22ആണ്. 22-നകത്ത് 5 4 പ്രാവശ്യം, ശിഷ്ടം 2 ഉണ്ട്. അപ്പോൾ ഈ പുതിയ നമ്പർ 25ആയി. 5 വെച്ചിട്ട് ഹരിക്കുമ്പോൾ 5 എന്ന് കിട്ടി. വീണ്ടും അവസാനത്തെ അക്കം 5 ആയതുകൊണ്ട് 5 കൊണ്ട് ഹരിക്കാം. 24-നകത്ത് 5 4 പ്രാവശ്യം, ശിഷ്ടം 4 ഉണ്ട്. പുതിയ നമ്പർ 45, അതിനകത്ത് 5 9 പ്രാവശ്യം. അപ്പോൾ 49 എന്ന് പറഞ്ഞാൽ 7 ഗുണം 7ആണ്. അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് ഓരോന്ന് വീതം എടുക്കുക. 2 5 വന്നിട്ടുണ്ട്, 2 7 വന്നിട്ടുണ്ട്. ഓരോന്ന് വീതം എടുക്കുക. അപ്പോൾ 5 ഗുണം 7, 5 ഗുണം 7 എത്ര? 5 ഗുണം 7. ഓരോന്നിന്നും ഓരോന്ന് വീതം എടുക്കുക. അത് 35ആണ്. അപ്പോൾ 35 ഗുണം 35 എന്ന് നമുക്ക് 1225 എഴുതാം. അപ്പോൾ x+4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 35 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അല്ലെങ്കിൽ x+4 ഈക്വൽ ടു 35 എന്ന് എഴുതാം. x+4 35 ആണെങ്കിൽ x എത്ര കിട്ടി? 35. ഈ +4 അപ്പുറത്തേക്ക് പോകുമ്പോൾ -4. അപ്പോൾ 31 മീറ്റർ എന്ന് കിട്ടിയില്ലേ? എക്സ് എന്തെന്നാണ്? ഗ്രൗണ്ടിന്റെ ഒരു വശത്തിന്റെ നീളമാണ്. ഇനി ഗ്രൗണ്ടിന്റെ ഒരു വശത്തിന്റെ നീളം കണ്ടുപിടിക്കാനല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഗ്രൗണ്ടിന്റെ ഏരിയ അഥവാ പരപ്പളവാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയ ഓഫ് ദി ഗ്രൗണ്ട് ഈക്വൽ ടു, ഗ്രൗണ്ടും സ്ക്വയർ തന്നെയാണ്. അപ്പോൾ വശം ഗുണം വശമാണ്, അല്ലെ? സൈഡ് ഇൻറ്റു സൈഡാണ്. ഒരു സൈഡ് എന്ന് പറയുന്ന 31ആണ്. അപ്പോൾ 31 ഗുണം 31 കണ്ടുപിടിച്ചാൽ മതി. ഈക്വൽ ടു 961 സ്ക്വയർ മീറ്റർ, അല്ലെ? ചതുരശ്ര മീറ്റർ. അതായത് മൈതാനത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 961 ചതുരശ്ര മീറ്റർ ആണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെ തന്നെ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാം.